Hi all, welcome to ASLP Mommy. This is Fatimat Sunaina. I'm an audiologist and speech therapist. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ മെസ്സേജസ് പലപ്പോഴായി പല ആൾക്കാർ ചെവിയിൽ കോട്ടൺ ബഡ്സ് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന മറ്റ് ടൂളുകൾ മറ്റ് സാധനങ്ങൾ ഇട്ട സമയത്ത് ചെവിയിൽ നിന്ന് വേദന വന്നു, ചെവി അടഞ്ഞ പോലെ തോന്നി, ചെവിയിൽ നിന്ന് ചോര വന്നു എന്നൊക്കെ പറഞ്ഞയച്ചതാണ്. നമ്മൾ മുന്നേയും ഇത്തരം കോട്ടൺ ബഡ്സൊക്കെ ചെവിയിലിടുന്നതിനെ പറ്റി വീഡിയോസ് ചെയ്തതാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇയർ വാക്സ്, എന്തിനാണ് ഇയർ വാക്സ്, ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെ, ക്ലീൻ ചെയ്യേണ്ട കാര്യമുണ്ടോ, അതുപോലെ കുട്ടികളുടെ ചെവി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ചെവിയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതൊക്കെ എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നതൊക്കെയാണ്. സോ അറിയാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. അതുപോലെ ഇത് ഹെൽപ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ, ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, കോമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സൊക്കെ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെ വലുതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഇയർ വാക്സ്? മലയാളത്തിൽ ചെവിക്കായം, ചെപ്പി എന്നൊക്കെ പറയുന്നത് ഇതെന്താണ്? നമ്മുടെ ബോഡിയിൽ നാച്ചുറലി ചെവിയിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ് ഇയർ വാക്സ് എന്ന് പറയുന്നത്. ഇത് ഇനി എന്തിനാണ്? നമ്മുടെ ചെവിയിലേക്ക് എന്തെങ്കിലും അഴുക്ക്, പൊടി ഒക്കെ കടക്കുന്നത് തടയാനും അതേപോലെ ബാക്ടീരിയാസ് ഒക്കെ കടക്കുന്നത് തടയാനൊക്കെയാണ് ഇത്. കൂടാതെ പ്രാണികളൊക്കെ ചെവിയിലേക്ക് കടക്കുന്നതിനെയും ഇത് തടയുന്നുണ്ട്. കാരണം ഇത് ഭയങ്കര സ്റ്റിക്കിയാണ്, ഭയങ്കര സ്മെല്ലിയാണ്. അതുകൊണ്ട് തന്നെ പ്രാണികളൊന്നും നമ്മുടെ ചെവിയിലേക്ക് കടക്കില്ല. ടോട്ടലി പറഞ്ഞാൽ നമ്മുടെ ചെവിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ചെവിയിലെ ഇയർ കനാൽ ലൂബ്രിക്കേറ്റ് ചെയ്യുക, മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനും കൂടിയും ഇതിനുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചെവിയിൽ നിന്ന് എടുത്ത് കളയേണ്ട ഒരു സാധനമാണ് എന്ന് തോന്നുന്നുണ്ടോ? ഇത് നമ്മുടെ ചെവിക്ക് ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ്. ഇനി ഇത് നേരത്തെ പറഞ്ഞ പോലെ എടുത്ത് കളയണോ അല്ലെങ്കിൽ എങ്ങനെ എടുത്ത് കളയാം, അതിലേക്ക് വരുന്നതിന് മുന്നേ ഇത് കളയാൻ വേണ്ടി നമ്മുടെ ബോഡിക്ക് തന്നെ ഒരു സെൽഫ് ക്ലീനിങ് മെക്കാനിസം ഉണ്ട്. അതായത് നമ്മൾ ചവക്കുന്ന സമയത്ത്, നമ്മൾ കോട്ടുവാ ഇടുമ്പോൾ, സംസാരിക്കുമ്പോൾ ഒക്കെ നമ്മുടെ താടിയെല്ല് മൂവ് ചെയ്യുന്നുണ്ടല്ലേ. ആ താടിയെല്ല് മൂവ് ചെയ്യുമ്പം നമ്മുടെ ചെവിയുടെ ഉള്ളിലെ സ്കിന്ന് മൂവ് ചെയ്യുന്നുണ്ട്. അത് മൂവ് ചെയ്യുന്ന വഴി ഉള്ളിലത്തെ വാക്സിനെ പുറത്തേക്ക് എത്തിക്കാനുള്ളൊരു മെക്കാനിസം ഇതുവഴി ഉണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ ചെവിയിലെ ഉള്ളിലത്തെ സ്കിൻ ഉണ്ടല്ലോ, അത് ഉള്ളിൽ നിന്നും പുറത്തേക്കാണ് വളരുന്നത്. അപ്പോൾ ഈ സ്കിന്ന് വളരുന്നതിനനുസരിച്ചിട്ട് മെല്ലെ മെല്ലെ ഈ ഇയർ വാക്സും പുറത്തേക്ക് എത്തിക്കാനുള്ളൊരു മെക്കാനിസം കൂടിയുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ബോഡി തന്നെ സ്വയം ഇയർ വാക്സിനെ പുറത്തേക്ക് കളയുന്നത്. ഇനി എപ്പോഴാണ് ഇയർ വാക്സ് ചെവിക്കായ നമുക്കൊരു പ്രശ്നക്കാരനായി മാറുന്നത്? അത് ഒരുപാട് അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ചെവിയുടെ ഇയർ കനാലിൽ ഇത് അടിഞ്ഞുകൂടുന്ന സമയത്ത് നമുക്ക് ചെവി അടഞ്ഞ പോലെ തോന്നും. നമ്മുടെ ചെവിയിൽ ഒരു കേൾവിക്കുറവുള്ളതുപോലെ ഫീൽ ചെയ്യും. അതുപോലെ ചെവിയിൽ റിങ്ങിങ് സൗണ്ട് തോന്നാം. ചില ആൾക്കാർക്ക് ഡിസിനെസ് ഒക്കെ അനുഭവപ്പെടാറ്. ചില ആൾക്കാർക്ക് ഇത് ഭയങ്കര ഡ്രൈ ആയിരിക്കും ഈ വാക്സ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കേസസ് ഒക്കെ വരുന്ന സമയത്താണ് നമ്മളിത് റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അതായത് ഇത് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വയം ക്ലീൻ ചെയ്യാതെ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ അടുത്ത് ടിപ്സൊക്കെ ചോദിച്ച് ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ ഞാനിത് പറയുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് വീഡിയോ ഇടുന്നതെന്ന് ചോദിക്കും. ഞാൻ വീഡിയോ ഇടുന്നത് നിങ്ങൾ കറക്റ്റ് സമയത്ത് പ്രൊഫഷണൽ കൺസൾട്ടേഷൻ എടുക്കേണ്ടത് മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ് എന്ന ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയാണ്. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വെച്ചിരിക്കാതെ ഒരു ENT ഡോക്ടർ കൺസൾട്ടേഷൻ എടുത്ത് അത് സോൾവ് ചെയ്യാണ് വേണ്ടത്. മിക്ക ആൾക്കാർക്കും ഈ കോട്ടൺ ബഡ്സ് ഒന്നും ചെവിയിലിടരുതെന്ന് മിക്ക ആൾക്കാർക്കും അറിയാം. പക്ഷെ എന്നാലും ചില ആൾക്കാർ പറയും അതൊരു സുഖമാണ്, ചില ആൾക്കാർ പറയും അത് കുളിച്ചതിന് ശേഷം പിന്നെ ചെവി ക്ലീൻ ആക്കണ്ടേ, അങ്ങനെ പറയും. അതുപോലെ തന്നെ കുട്ടികൾക്കും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കുട്ടികളുടെ ചെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയുടെ ഇയർ കനാൽ സ്ട്രെയിറ്റ് ആണ്. മുതിർന്ന ആൾക്കാരത് S ഷേപ്ഡ് ആണെങ്കിൽ കുട്ടികളുടേത് സ്ട്രെയിറ്റ് ആണ്. അതുപോലെ മുതിർന്ന ആൾക്കാർ അത്രയും ലെങ്ത് ഇല്ല. മുതിർന്ന ആൾക്കാർക്ക് 2.5 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ അതിലും താഴെ മാത്രമേ കുട്ടികളുടെ ലെങ്ത് ഉള്ളൂ. അപ്പോൾ ഈ 2.5 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ കുട്ടികൾ അതിലും കുറവാണ്. അപ്പോൾ നിങ്ങൾ ഈ കോട്ടൺ ബഡ്സ് ഒക്കെ ഇടുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ വാക്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നേരെ പോയിട്ട് ചെവിയുടെ പാടയിലാണ് കുത്തുന്നത്. കുത്തിക്കഴിഞ്ഞാൽ ചെവിയുടെ പാട വളരെ സോഫ്റ്റാണ്, അത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കേൾവിക്കൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു അനാവശ്യമായൊരു പ്രശ്നം അവിടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അപ്പോൾ ചിലരുടെ സംശയം, നമ്മൾ ഈ വാക്സ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കോട്ടൺ ബഡ്സ് ഉപയോഗിക്കുമ്പോൾ അത് ക്ലീൻ ആവുന്നുണ്ടല്ലോ എന്നാണ്. ഒരിക്കലും അത് ക്ലീൻ ആവുന്നില്ല. നിങ്ങളത് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ മേലൊരു യെല്ലോ കളർ കണ്ടിട്ടാണ് പറയുന്നതെങ്കിൽ ഒരു വാക്സിൻ്റെ ഒരു കുപ്പിയിലേക്ക് നിങ്ങൾ കോട്ടൺ ബഡ്സ് ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കുറച്ച് പിടിക്കില്ലേ, അതാണ് നിങ്ങൾ കാണുന്നത്. പകരം നിങ്ങൾ എന്താ ചെയ്യുന്നത്? വാക്സിനെ കുറച്ച്
കുറച്ചും കൂടി തള്ളി ഉള്ളിലേക്കാക്കുകയാണ്. അങ്ങനെ ഉള്ളിലേക്കാക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാക്സ് പോയിട്ട് പാടയും മേലെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെവി അടഞ്ഞ പോലത്തെ ഫീലിംഗ് വരും. ഇനി ഒരുപാട് ഉള്ളിലേക്ക് പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ തട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേദന വരും. പാടയൊക്കെ എവിടെയെങ്കിലുമൊക്കെ സ്ക്രാച്ച് ആയിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല. മറ്റ് ടൂൾസുകൾ, ഇൻ്റർനെറ്റിൽ കാണുന്ന കാര്യങ്ങൾ ഒന്നും ട്രൈ ചെയ്യരുത്. നിങ്ങൾക്ക് വാക്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ENT കൺസൾട്ടേഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റ് പ്രാക്ടീസ് ഞാൻ കണ്ടത് ചെവിയിലേക്ക് ഈ കണ്ണിലും മൂക്കിലൊക്കെ ഡോക്ടേഴ്സ് വേറെ പല പ്രശ്നങ്ങൾക്ക് തന്ന മരുന്ന് എടുത്ത് ഒഴിക്കുക. അത് ഒഴിച്ചാൽ ചെവി ക്ലീൻ ആവും, ചെവി അടപ്പ് മാറുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒഴിച്ചതെന്നൊക്കെ പറയുക. എന്നിട്ട് അത് കാരണം ഇൻഫെക്ഷൻസ് ഉണ്ടാവുക. അതേപോലെ ചെവിയിലേക്ക് പലതരത്തിലുള്ള ഓയിൽ ചൂടാക്കി ഒഴിക്കുക. ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ചൂടുള്ള സാധനങ്ങളൊക്കെ ഒഴിക്കുമ്പോൾ ചെവിയുടെ ഉള്ളിലെ സ്കിന്ന് ഉരുക്കി പോകാനുള്ള ചാൻസ് വരെയുണ്ട്. ഇയർ ക്യാൻഡ്ലിങ്, തായ്ലൻഡിലൊക്കെ പോയിട്ട് ഇയർ ക്യാൻഡ്ലിങ് ചെയ്യുന്നത് ശരിക്കും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ബേൺ ആയിട്ടുണ്ട് പല ആൾക്കാർക്കും കേൾവി നഷ്ടപ്പെട്ടിട്ട് ആടെ ഉരുകിപ്പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഇയർ ക്യാൻഡ്ലിങ്ങിൽ നിങ്ങൾക്ക് അവർ കാണിച്ചു തരുന്ന വാക്സ് ക്ലീൻ ആക്കുന്ന സംഭവം തികച്ചും ഫേക്കാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പാടില്ല. പറ്റി മുന്നേ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, പോയി കാണാം. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെവിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, വേദന കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ENT കൺസൾട്ടേഷൻ എടുക്കുക. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം. ENT ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്. അതേപോലെ ഇയർ വാക്സ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ആൾക്കാരാണ്, ഡ്രൈ വാക്സ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഡ്രൈ വാക്സ് ആണെങ്കിൽ ഡോക്ടർ തരും നിങ്ങൾക്ക് മരുന്ന്. ആ വാക്സ് മെൽറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആ മരുന്ന് മാത്രം ഉപയോഗിക്കുക. എപ്പോഴും ചെവി ക്ലീൻ ചെയ്യിക്കുന്നത് ഒരു പ്രൊഫഷണൽ കൺസൾട്ടേഷനിൽ കൂടി ആകുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഡോക്ടർ കൺസൾട്ടേഷൻ എടുത്ത് മാത്രം ക്ലീൻ ചെയ്യുക. ഇനി അതുപോലെ നിങ്ങൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, സ്ട്രീറ്റിലൊക്കെ ഇയർ വാക്സ് ക്ലീൻ ചെയ്യുന്നത്. അതൊന്നും ഒരു തരത്തിലും നിങ്ങൾ ട്രൈ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, കേൾവി ഒരിക്കൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചു കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് അതെപ്പോഴും മനസ്സിൽ വെക്കുക. അതുപോലെ തന്നെ കേൾവിയാണ് നമ്മളെ ഈ വേൾഡുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തുന്നത്. ഒരാൾ പറയുന്നത് കേട്ട് അതിനുള്ള തിരിച്ച് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ഈ ലോകവുമായിട്ട് നമുക്ക് ബന്ധം കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കേൾവി വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കോട്ടൺ ബഡ്സ് ഡെയിലി ഉപയോഗിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ നിർബന്ധമായും ഈ വീഡിയോ നിങ്ങൾ അയാൾക്കിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.